സൂര്യ ഇന്നലെ എമ്പുരാൻ കണ്ടുല്ലേ? കണ്ടു ഇന്നലെ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ പോയി കണ്ടു. കട്ട് ചെയ്യാതെ കാണാൻ പറ്റി. അതുകൊണ്ട് കട്ട് ചെയ്യാതെ കാണാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ തന്നെ ടിക്കറ്റ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം പെരുന്നാളായിട്ട് പോലും അത്രയും ആൾക്കാർ ഫുള്ളായിട്ടും തിയേറ്റർ ഹൗസ് ഫുള്ളായിരുന്നു. ഫ്രണ്ട് റോ എന്നല്ല, കുറച്ച് ബാൽക്കണി ആ ഒരു ഇതിൽ തന്നെയായിരുന്നു. എന്നാൽ നല്ല രീതിയിൽ കാണാൻ പറ്റി എന്നുള്ളതിൽ വളരെ സന്തോഷം. ആദ്യത്തെ കമന്റ് എന്താ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ? സിനിമ ഒരു കൊമേഴ്ഷ്യൽ സിനിമ ആയതുകൊണ്ട് തന്നെ അതിന്റെ രീതിയിൽ തന്നെയാണ് ഞാൻ കാണാൻ പോയത്. പിന്നെ ഈ ഒരു വിവാദം കൂടെ വന്നപ്പോൾ എന്തായാലും കാണണമല്ലോ എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പം എനിക്ക് സിനിമ ഒരു ആവറേജ് ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. വലിയ സംഭവമായിട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഇൻ ദ സെൻസ്, അല്ലെങ്കിൽ നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ അജണ്ട, അത് പറയാൻ കാണിച്ചൊരു ഗട്ട്സ്, അത് ആ ഒരു സിനിമയ്ക്കകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച് ആ സിനിമയെ കുറച്ചുകൂടെ എന്താ പറയുക. അതെ, ഗുജറാത്ത് വംശഹത്യയിൽ നടന്ന സംഭവങ്ങളാണ്. ധൈര്യം കാണിച്ചു. ആ ഒരു സീൻ തന്നെ അവര് മൊത്തമായിട്ട് കാണിച്ചു, ആ സിനിമയിൽ കാണിക്കുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ. അപ്പൊ അതൊരു ഇന്നത്തെ ഒരു രാഷ്ട്രീയ കാലഘട്ടത്തിൽ ഒരു പശ്ചാത്തലത്തിൽ കാണിക്കുക എന്ന് പറയുന്നത് വളരെ വലിയൊരു നരേന്ദ്രമോദി അതെ അതെ ഗുജറാത്ത് കലാപം മറച്ചു വെക്കാനാണ് എല്ലാവരും ശ്രമിക്കുന്നത്. അതെ അതെ, അതിനിടയിൽ അത് വളരെ ബോൾഡായിട്ട് പറയാൻ ശ്രമിച്ചു. അതെ, പൃഥ്വിരാജിനെ പോലുള്ള ഒരു ആക്ടറും ഡയറക്ടറും അടക്കമുള്ള ആ ഒരു സിനിമ പ്രവർത്തകർ അതിനുള്ള ഒരു ധൈര്യം കാണിച്ചു എന്നുള്ളത് അവർക്ക് എന്താ പറയാ, ഹാറ്റ്സ് ഓഫ് നമുക്ക് അതിന് നൽകേണ്ടി വരും. കലാകാരന്മാർക്ക് സത്യത്തിൽ കൂടപ്പുറപ്പായിട്ട് ഉണ്ടാവേണ്ടതല്ലേ സത്യം പറയാനുള്ള ഒരു ധൈര്യം? പ്രത്യേകിച്ച് ഇങ്ങനെ ആഘോഷിക്കപ്പെടുന്ന എന്തുകൊണ്ടാ സത്യം പറഞ്ഞു എന്നുള്ളത് വലിയ ആഘോഷിക്കപ്പെടുന്നത് ഇന്നത്തെ കാലത്ത് നമുക്ക് അതിനുള്ള ഒരു ഫ്രീഡം കിട്ടുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതാണ് കളയുന്നത്. കലാകാരന്റെ ഫ്രീഡം അവൻ തന്നെ ഉണ്ടാക്കിയെടുക്കേണ്ടതല്ലേ? അഫ്കോഴ്സ് കലാകാരൻ്റെ ഫ്രീഡം അവൻ ഉണ്ടാക്കിയെടുക്കേണ്ടതാണ്. അവൻ അതിനുള്ളൊരു റൈറ്റ് ഉണ്ട്. എങ്കിൽ പോലും നമ്മൾ ഇന്നത്തെ പശ്ചാത്തലത്തിൽ നമ്മുടെ രാജ്യത്തിനൊരു സിസ്റ്റം ഉണ്ടല്ലോ. അതാണല്ലോ നമ്മുടെ ഈ സെൻസറിങ് കട്ടിങ് എന്നുള്ള രീതിയിൽ 17 കട്ടാണ് സിനിമയ്ക്കകത്ത് വന്നിട്ടുള്ളത്. സെൻസർ ബോർഡ് എന്നിട്ട് പിന്നെ എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായെന്നുള്ളതാണ്. ചില സംഘടനകൾ പ്രത്യേകിച്ച് RSSന്റെ ഭാഗത്ത് നിന്ന് വിയോജിപ്പുണ്ടായി എന്നുള്ളതാണ്. പക്ഷെ കലാകാരന്മാരെ അങ്ങനെ അത് ബാധിക്കേണ്ടതുണ്ടോ? കലാകാരന്മാരെ അങ്ങനെ ബാധിക്കേണ്ടതുണ്ടോ എന്ന് പറഞ്ഞാൽ, ഇത്തരം സൈബർ അറ്റാക്കുകൾ ഉണ്ടാകുമ്പോൾ കലാകാരന്മാർ എന്ത് ചെയ്യും? കലാകാരന്മാർ എന്തിനാണ് ഭയപ്പെടുന്നതെന്ന് ഞാൻ ചോദിക്കുന്നത്. ശരിക്കും ഗുജറാത്ത് കലാപത്തെ കുറിച്ച്, ഒന്നാമത്തെ കാര്യം ഗുജറാത്ത് കലാപത്തെ കുറിച്ച് ഇതിനു മുമ്പ് മലയാളത്തിൽ ആരും സിനിമ എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇത് ആരും ചെയ്യാത്തൊരു സംഗതി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇല്ലല്ല, ഒരുപാട് ആർട്ട് വർക്കുകൾ ഗുജറാത്ത് കലാപത്തെ കുറിച്ചും വംശഹത്യയെ കുറിച്ചൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട്, സത്യസന്ധമായി തന്നെ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷില് ഈ വളരെ സാധാരണക്കാരനായ ആവറേജ് റൈറ്റർ എന്ന് പറയാവുന്ന ചേതൻ ഭഗത് പോലും ഗുജറാത്ത് കലാപത്തെ ബേസ് ചെയ്തിട്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ആരും ചെയ്യാത്തൊരു കർമ്മമൊന്നും അല്ലത്. പക്ഷെ ഇപ്പോ ഇതിന്റെ പേരിൽ വിവാദം ഉണ്ടാക്കുന്നതിന്റെ പിന്നിൽ പോലും ഒരു ബിസിനസ് തന്ത്രമുണ്ടോ? അതിൽ ആ ഒരു രീതിയിലുള്ള, കാരണം ഇപ്പൊ സിനിമയ്ക്ക് എത്ര കോടിയാണ് കയറിയിരിക്കുന്നത്, അതും ഒരു 5 ദിവസം കൊണ്ട്, വിത്തിൻ 5 days കോടിയായി എന്ന് പറയുന്നു. അല്ല, പൈസ എന്തായാലും അവർ മുടക്കിയിട്ടുണ്ട്. പൈസ തിരിച്ചു വരികയും വേണം. ബിഗ് ബഡ്ജറ്റ് സിനിമയാണ്, അതൊക്കെ ശരിയാണ്. പക്ഷെ എനിക്കിതിൽ മനസ്സിലാവാത്ത 2 കാര്യമാണ്. ഒന്നിപ്പോ സിനിമ കാണുന്ന എല്ലാവരും, ഇപ്പൊ സൂര്യ പറഞ്ഞ പോലെ തന്നെ സിനിമ കണ്ട് ഇതൊന്നും മഹത്തായ സത്യം പറഞ്ഞിരിക്കുന്നു പറയുന്നതിൽ അർത്ഥമില്ല. കലാകാരൻ എല്ലാ കാലത്തും ചെയ്യേണ്ട ഒരു ധർമ്മമാണത്. ഇത് ഗുജറാത്ത് കലാപത്തെ സമീപിച്ച ആളുകളൊക്കെ, ആക്ടിവിസ്റ്റുകളും കലാകാരന്മാരും എഴുത്തുകാരും ഒക്കെ പറയേണ്ടത് തന്നെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു അപകടം എന്താ വെച്ചാല്, ഈ RSSകാര് എനിക്ക് തോന്നുന്നു കലാസൃഷ്ടിയെ എന്തുകൊണ്ടാണ് കലാസൃഷ്ടിയായിട്ട് കാണാത്തത്? കാരണം ഇവിടെ നമുക്ക് വേറൊരു സന്ദർഭം ഉണ്ടായിട്ടുണ്ട്. കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിനിമ ഇറങ്ങിയ സംഭവത്തില് അതിനവര് ഒരു 0 കട്ടായിരുന്നു. കാരണം ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തതാണ് അല്ലെങ്കിൽ കേരളത്തിലുള്ള ജനത അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നു, അല്ലെങ്കിൽ ലവ് ജിഹാദിലൂടെ മതം മാറി അത്തരം തീവ്രവാദികളെ കേരളത്തിൽ നിന്ന് സൃഷ്ടിക്കുന്നു എന്നുള്ളതൊക്കെ. സ്റ്റോറിയിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, കലാകാരൻ ഈ കൊച്ചു കാര്യങ്ങളെ വലിയ തോതിൽ സൂം ചെയ്ത് കാണിക്കുന്നവനാണ്. പക്ഷെ അപ്പോഴും നമ്മൾ കേരള സ്റ്റോറിക്ക് പറ്റിയ കുഴപ്പം ഉള്ളൂ, നമ്മുടെ NIA കണക്കിൽ 5 കേസ് എങ്ങാണ്ടാണ് ആകെ വന്നിട്ടുള്ളത്. ആ 5 കേസിനെയാണ് 500-5000 ആയിട്ട് കാണിക്കുന്നത്. അതാണ് അതിന്റെ പ്രശ്നം. ഇത് ഈ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. പക്ഷെ അതിനെ
അത് പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒച്ച വെച്ചവരും സത്യത്തിൽ അതിനെ അവഗണിച്ചാൽ മതിയായിരുന്നു. ഞാനതാ വിചാരിക്കുന്നു. അതിനെ അവഗണിച്ചിട്ടുണ്ട് നമ്മൾ. ആ സമയത്ത് നമ്മൾ അതിനെ സത്യത്തിൽ അന്ന് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, വലിയ തോതിൽ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. സൈബർ നമ്മൾ പറയുന്ന ഈ സൈബർ പടയുണ്ടല്ലോ, ആ പട അതിനെതിരായിട്ടും അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. കലാകാരന്റെ വർക്കായിട്ട് കാണണം. പക്ഷേ അതിനെ നമ്മൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഒരു ഹ്യൂജായിട്ട് ഇത് മൊത്തം ആ സിനിമയിലെ ഭാഗങ്ങൾ നമ്മൾ ഇതുവരെ കട്ട് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സന്ദർഭം ഉണ്ടായിട്ടില്ല. നമ്മളതിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇവിടെ നടന്നതുള്ളത് ഒരു സിനിമയിലെ 3 മിനിറ്റോളമുള്ള ഭാഗം തന്നെ കട്ട് ചെയ്യണമെന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ്. ഇവരടുത്ത് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ എങ്ങനെയാണ് ഈ ഫാസിസം ഇങ്ങനെ നമ്മുടെ ജനറേറ്റ് ചെയ്യുന്നത്? ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഒന്ന് കേരള സ്റ്റോറി വന്നപ്പോൾ ഞങ്ങൾ കട്ട് ചെയ്തു കൊള്ളാം എന്ന് പറയാൻ നിർബന്ധിക്കുന്ന മട്ടിൽ ഒരു അന്തരീക്ഷം അന്നും ഉണ്ടായിട്ടുണ്ട്. വേണമെങ്കിൽ കേരളത്തിലെങ്കിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിന്റെ നിർമ്മാതാക്കൾ ആരും ഭീരുക്കളായി പോയിട്ട് ഞങ്ങളത് പിൻവലിച്ചു കൊള്ളാം എന്ന് പറഞ്ഞിട്ടില്ല, കട്ട് ചെയ്യാൻ പോയില്ല. ഈ കേസിൽ എന്താ സംഭവിച്ചത്? മുരളി ഗോപി ഇപ്പോഴും വേണ്ടിയിട്ടില്ല. മുരളി ഗോപി അത് കട്ട് ചെയ്യാൻ പാടില്ല എന്നുള്ള പക്ഷക്കാരനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈവൻ പൃഥ്വിരാജ് പോലും പറഞ്ഞിട്ടില്ല. പൃഥ്വിരാജാണ് പേഴ്സണലായിട്ട് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. പൃഥ്വിരാജും വൈഫുമാണ്, സുപ്രിയ മേനോനും പൃഥ്വിരാജ് സുകുമാരനുമാണ് ഏറെ അറ്റാക്ക് ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് RSSന്റെ അഖിലേന്ത്യാ ഓർഗനായിട്ടുള്ള ഓർഗനൈസർ നിരന്തരമായിട്ട് അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവരെ പേഴ്സണലായിട്ട് അറ്റാക്ക് ചെയ്യാണ്. ആ സമയത്ത് മോഹൻലാൽ എന്ന് പറയുന്ന ഇദ്ദേഹം ആക്ച്വലി ആരാണ്? ആ സിനിമയിലൊരു നടൻ മാത്രമാണ്. നടൻ എന്ന് പറയുന്ന ഡയറക്ടറോ ടൂൾ മാത്രമാണ്. ഡയറക്ടറോ റൈറ്ററോ അല്ല മാപ്പ് പറയുന്നത്. മോഹൻലാൽ എന്ന് പറയുന്നത് ഇത് മലയാള സിനിമയിലെ വലിയ അപകടമാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇവരാണ് തീരുമാനിക്കുക അന്തിമമായിട്ട് മാപ്പ് പറയണോ, ശരിയാണോ, തെറ്റാണോ, സത്യമാണോ. അപ്പൊ അതുകൊണ്ട് മോഹൻലാൽ മാപ്പ് പറഞ്ഞത് വഴി സത്യത്തിൽ മോഹൻലാൽ മാപ്പ് പറയേണ്ട ആവശ്യമില്ലായിരുന്നു. സത്യത്തിൽ അങ്ങനെ ഒരു മാപ്പ് പറച്ചിലിന്റെ ആവശ്യമില്ല. ആ ക്രൂ ഉണ്ടല്ലോ ഇപ്പോൾ ഈ ഇദ്ദേഹം ഉൾപ്പെടെയുള്ള പൃഥ്വിരാജ്, മുരളി ഗോപി ടീമിനെ അപമാനിക്കുകയാണ് ചെയ്തത്. മോഹൻലാൽ എന്തിനാ മാപ്പ് പറയാൻ പോണത്? പക്ഷെ മോഹൻലാൽ എന്തുകൊണ്ട് മാപ്പ് പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. കാരണം അത്രയും ഒരു അറ്റാക്ക് അദ്ദേഹത്തിന് നേരിട്ടത് കൊണ്ടായിരിക്കുമോ, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മോഹൻലാൽ നല്ല ബോധ്യപ്പെടും. ഇവരൊക്കെയാണല്ലോ ആദ്യം കഥ കേൾക്കുന്ന ആരാ? മോഹൻലാലാണ്. കഥ ഉടനീളം അനുഭവിക്കുന്ന ആരാ? മോഹൻലാലാണ്. എന്നിട്ട് അന്നൊന്നും ഇല്ലാത്ത ഒന്ന് നാട്ടുകാരെങ്കിലും ഒരു സംഘടന തിരിഞ്ഞിട്ട്, ഏത് സംഘടനയായിട്ട്, ലെഫ്റ്റ് ഓർ റൈറ്റ് എന്റെ വിഷു അല്ല, ഒരു കലാസൃഷ്ടിയെ അങ്ങനെ കാണാൻ എല്ലാവരും തയ്യാറാവണം. അത് കേരള സ്റ്റോറി വന്നപ്പോഴും ഞാൻ പറഞ്ഞു, ഒരു സിനിമയല്ലേടോ, കണ്ടോട്ടെ, ഒരാൾക്ക് എങ്ങനെ വേണമെങ്കിലും ബൂസ്റ്റ് ചെയ്യാം. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്തരം ഒരു സിനിമയല്ലേ അല്ലെങ്കിൽ ഒരു പാട്ടല്ലേ അങ്ങനെ കാണാൻ കഴിയാത്തത്? എന്തുകൊണ്ടാണ് അത് എന്തുകൊണ്ടാണ് സൈബർ അറ്റാക്ക് അത്രയും വരുന്നത്? അങ്ങനെ കാണാൻ കഴിയുകയാണെങ്കിൽ ഇത്ര സൈബർ അറ്റാക്കും അല്ലെങ്കിൽ ഈ സംഘപരിവാർ ആക്രമണമൊന്നും ഉണ്ടാവേണ്ടതല്ലല്ലേ? എന്തിനാണ് ഇവർ ഇത്രയും ഭയക്കുന്നത്? ഒരു സിനിമയെയും ഒരു ആർട്ടിനെയും എന്തിനാണ് ഭയക്കുന്നത്? ഇതെന്താന്നറിയോ സൂര്യ, പ്രശ്നം എന്താ വെച്ചാൽ ആരെ ഭയക്കുന്നു? ജനം ഇപ്പോ ഒരു സത്യസന്ധമായ ഒരു സിനിമ ഇറങ്ങി, സത്യസന്ധം എന്നൊരു കൂട്ടര് വിശ്വസിക്കുന്ന ഒരു സിനിമ, കലാകാരന് ശരിയെന്ന് തോന്നുന്നൊരു സിനിമ, അതായത് അദ്ദേഹം സത്യം പറഞ്ഞു. അതിനെ എന്തിനാണ് രാഷ്ട്രീയക്കാർ ഭയക്കുന്നത്? എക്സ് ഓർ വൈ. കേരള സ്റ്റോറി ഇറങ്ങി, അതിനെ വേറൊരു കൂട്ടർ ഭയക്കുന്നത് എന്തിനാണ്? ഇനി ആര് ഭയന്നാലും ആരൊക്കെ എതിർത്താലും ആരാണ് ഒരു ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരാ? അയാൾ സത്യത്തിന് വേണ്ടി നിലകൊള്ളും, ഒരിക്കലും മാപ്പ് പറയാൻ പോകില്ല. ഒരു രാഷ്ട്രീയക്കാരൻ്റെ മുമ്പിൽ അധികാരം അപ്പുറത്താവട്ടെ, ഇപ്പോൾ ഇത് രണ്ടും തമ്മിലെടുത്താൽ കൃത്യമാണ്. ഒന്ന് കേന്ദ്രത്തിന്റെ അധികാരമാണ്, ഒന്ന് കേരളത്തിന്റെ അധികാരമാണ്. രണ്ടു കൂട്ടരോട് മാപ്പ് പറയാൻ പോകേണ്ട ആളല്ല കലാകാരൻ, ഇതിനൊക്കെ മീത് നിൽക്കേണ്ട ഒരാളാണ്. എന്തുകൊണ്ടാണ് മോഹൻലാലിന് അങ്ങനെ നിൽക്കാൻ പറ്റും? ശരിയാണ്, കലാകാരൻ അങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇവരുടെ ഈ സിനിമ അല്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുമ്പോൾ ഒരുപാട് ആളുകളുടെ വർക്കും ഒരുപാട് ഇതുള്ളതാണ്. അപ്പം ഇവർക്ക് ഈ സിനിമ എന്നുള്ളത് അത്രയും കോടികൾ മുടക്കിയിട്ടുള്ള ഒരു സംഭവമാണ്. അത് നിലനിൽക്കണമെന്നും ഉള്ളതും കൂടെ ഇവർക്കുണ്ട്. കാരണം ഇത് അത്രയും അറ്റാക്ക് ഉണ്ടാകുന്ന സമയത്ത് ഈ ഒരു കലാകാരൻ എന്ന രീതിയിൽ അപ്പുറത്തേക്ക് ഇവർക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നുണ്ട്. കാരണം സാമ്പത്തികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവർക്ക് ചിന്തിക്കണം. അതുകൊണ്ട് കൂടി ആയിരിക്കണം മാപ്പ് പറഞ്ഞത് മറ്റൊരു പബ്ലിസിറ്റിയായി. ഈ മുരളി ഗോപി മൗനം പാലിക്കുകയും പൃഥ്വിരാജ് സുകുമാരൻ വളരെ സമർത്ഥമായിട്ട് ഈ മിണ്ടാതിരിക്കുകയൊക്കെ ചെയ്യുന്നത് ആ സമയത്ത് മോഹൻലാൽ മാപ്പ് പറഞ്ഞപ്പോൾ കൂടുതൽ പബ്ലിസിറ്റി ആയി. സിനിമയിൽ കട്ട് വന്നു എന്ന് പറയുമ്പോൾ കട്ട് ചെയ്യുന്നതിന് മുമ്പ് കാണാനുള്ള സത്യത്തിൽ ആത്യന്തികമായ ഒരു ബിസിനസ് തന്ത്രം ഇതിന്റെയൊക്കെ പിന്നിലുണ്ട്. മലയാളത്തില് സൂര്യ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, മലയാളത്തിൽ സമീപകാലത്ത് പുസ്തകങ്ങൾ വിറ്റുപോകുന്നത് പോലും വിവാദങ്ങളുടെ പേരിൽ മാത്രമാണ്. വിവാദങ്ങൾ ഒരു വലിയ പബ്ലിസിറ്റി ആണ്.
അങ്ങനെ കാണാനാണ് എനിക്കിഷ്ടം ഇതിനകത്ത്. ശരിയാണ് ഈ നമ്മളെ അല്ല, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു വശത്ത് നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു ഭീഷണി, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സ്വതന്ത്രമായിട്ടൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു ഭീഷണി ഇവിടെ മുഴങ്ങുന്നുണ്ട്.